ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ പഠിക്കുന്നു. ഇന്നലെ 2-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു. ഇന്ന് 28 മുതൽ മുന്നോട്ട് നോക്കാം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നത് 23-ാമത്തെ ശ്ലോകം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഭഗവാനെക്കുറിച്ച് പറയുന്നു, ഗുണാവതാരങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം ഗുണാവതാരങ്ങൾക്ക് ശേഷം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത്, ഭഗവാൻ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നു, മുക്തി നമുക്ക് തരാൻ സാധിക്കുന്നത് കൃഷ്ണനും കൃഷ്ണൻ്റെ അവതാരങ്ങൾക്കും അല്ലെങ്കിൽ വിഷ്ണു തത്വങ്ങൾക്ക് മാത്രമാണ് എന്നുള്ള കാര്യവും നമ്മൾ ഇന്നലെ പഠിച്ചു. കൂട്ടത്തിൽ അന്യദേവത ആരാധനയെക്കുറിച്ചും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അന്യദേവത ആരാധന അത്ര ബുദ്ധിയുള്ള കാര്യമല്ല. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, അന്യദേവത ആരാധന ബുദ്ധിയില്ലാത്തവരാണ് ചെയ്യുന്നതെന്ന്. അതായത് ബുദ്ധിയുള്ളവർ, ശരിയായിട്ടുള്ള ബോധവും ബുദ്ധിയുള്ളവർ ഭഗവാൻ കൃഷ്ണനെയാണ് ആരാധിക്കുന്നത്. അന്യദേവത ആരാധനയെക്കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. താൽക്കാലികമായിട്ടുള്ള കുറച്ച് ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരങ്ങളൊക്കെ അവർ തരുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മൾ അങ്ങനെയുള്ള വരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഭൗതികതയിൽ ആസക്തരാവും. അങ്ങനെയാവുമ്പോൾ നമ്മുടെ കർമ്മബന്ധനങ്ങൾ കൂടുകയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു ബുദ്ധിയായിട്ടുള്ള കാര്യമല്ല. 2, അന്യദേവത ആരാധന നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുന്നു അന്യദേവതമാർ അവർ തരുന്നതാണെന്നുള്ളത്. എന്നാൽ ആക്ച്വലി അങ്ങനെയല്ല. അവർക്ക് ഈ കഴിവുകളെല്ലാം കൊടുത്തിട്ടുള്ളത്, വരം കൊടുക്കാനുള്ള കഴിവുകൾ കൊടുത്തിട്ടുള്ളതും അവരെ ഇത്രയും ശക്തരായിട്ടുള്ള ദേവതമാരാക്കിയിട്ടുള്ളതും ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താലാണ് അവർ എന്തെങ്കിലും ഒരു വരങ്ങൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ വരങ്ങളൊക്കെ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നെ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, രജോഗുണത്തിലും തമോ ഗുണത്തിലുള്ള ആളുകളാണ് അന്യദേവത ആരാധന ചെയ്യുന്നത്. സത്വഗുണത്തിലുള്ളവരും ശുദ്ധ സത്വഗുണത്തിലുള്ളവരും പിന്നെ തീർച്ചയായിട്ടും അന്യദേവത ആരാധന ചെയ്യില്ല. ഭഗവാൻ കൃഷ്ണനെ മാത്രം, വിഷ്ണു തത്വങ്ങളെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ആരാധനയാണ്, അല്ലെങ്കിൽ കൃഷ്ണനെ ആരാധിക്കുന്നതാണ് ശരിയായിട്ടുള്ള ആരാധന. മറ്റുള്ളതെല്ലാം കാര്യം നടക്കാൻ വേണ്ടി മാത്രം നമ്മൾ പോയി ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ആരാധനയല്ല. അത് ആക്ച്വലി ഒരു ബിസിനസ് പോലെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കാര്യമാണ്. അതിൽ പ്രത്യേകിച്ചും ഒരു സ്നേഹം എന്ന് പറയുന്ന സംഭവമില്ല. ആരാധന, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്നേഹവും വേണം. അതിൻ്റെ പുറകിലുള്ള കാര്യം സ്നേഹമാണ്. ആ സ്നേഹമില്ലെങ്കിൽ പിന്നെ അതിനെ ആരാധനയെന്നോ അല്ലെങ്കിൽ ഭക്തിയെന്നോ വിളിക്കാൻ സാധിക്കില്ല. ഒരു ബിസിനസ് ഡീലല്ല ഇത്. ആ കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചു. ഇനി 28-ാമത്തെ ശ്ലോകത്തിൽ 28, 29 2 ശ്ലോകങ്ങൾ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഭാഗവതത്തിലെ. ഇവിടെ പറയുന്നു, എല്ലാത്തിൻ്റെയും പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരം എന്ന് പറയുന്നത് വാസുദേവനാണ്. എല്ലാ പ്രോസസ്സുകളുടെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഏത് കാര്യമാവട്ടെ, എന്ത് കാര്യവും ഏത് കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്, വേദപഠനമാവട്ടെ അല്ലെങ്കിൽ നമ്മൾ തപസ്യകൾ ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ നമ്മൾ യോഗ അഭ്യാസം ആയിക്കോട്ടെ, ഇനി അതല്ല നമ്മൾ യജ്ഞങ്ങളായിക്കോട്ടെ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ ചെയ്യുന്ന കാര്യങ്ങളുടെയെല്ലാം സത്ത് അല്ലെങ്കിൽ എസെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാരം എന്ന് പറയുന്നത് ഭഗവാൻ വാസുദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും, ഭഗവാൻ വാസുദേവൻ അല്ലെങ്കിൽ കൃഷ്ണനാണ് ലക്ഷ്യം എന്നുള്ളതുമൊക്കെയാണ് നമ്മൾ ഇനി ഈ ശ്ലോകത്തിൽ കാണുന്നത്. 28-ലും 29-ലും ശ്ലോകം മനോഹരമാണ്. നല്ല കാണാതെ പഠിക്കാൻ പറ്റുന്ന ശ്ലോകമാണ്. വാസുദേവ എന്നുള്ളത് വാസുദേവ എന്ന് ഭഗവാന്റെ പേര് ഓരോ വരിയിലും പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗോ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയാ. 4 വരിയായി. ആദ്യത്തെ ശ്ലോകമായി. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപഃ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതിഃ വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയാ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരക്രിയാ വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതിഃ. വിദ്യ ഗിരീഷ് മാതാജി ഉണ്ടെങ്കിൽ ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 28-29. വാസുദേവ പരവേദ വാസുദേവ പരാമഖാഃ വാസുദേവ പരയോഗ വാസുദേവ പരാക്രിയാഃ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപഃ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതിഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ധനലക്ഷ്മി മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. വിവർത്തനം വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീലപ്രഭുവാക്കി ജയ്. വേദശാസ്ത്രങ്ങളിൽ വിജ്ഞാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണനാകുന്നു. അവിടത്തെ പ്രീതിപ്പെടുത്തുകയാണ് യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം. യോഗം അവിടുന്ന് സാക്ഷാത്കരിക്കാനുള്ളതാകുന്നു. എല്ലാ ഫലോദിഷ്ട കർമ്മങ്ങൾക്കും ആത്യന്തികമായി പ്രതിഫലം നൽകുന്നത് അവിടുന്നാണ് പരമമായ ജ്ഞാനം. മാത്രവുമല്ല, എല്ലാ കഠിനമായ തപസ്ചര്യകളും അനുഷ്ഠിക്കപ്പെടുന്നത് അവിടുത്തെ അറിയുവാനാണ്. അവിടുന്ന് പ്രേമപൂർവ്വം സേവനം അർപ്പിക്കുന്നതാണ് ധർമ്മം. ജീവിതത്തിന്റെ പരമലക്ഷ്യം അവിടുന്നാവുന്നു. ശ്രീലപ്രഭുവാക്കി ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഓരോ ശ്ലോകത്തിലും ഭഗവാന്റെ പേരിങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നല്ലൊരു സന്തോഷം കിട്ടും അല്ലേ. ശില ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി, ശിലപ്രഭുപാദിൻ്റെ ശ്രീ ഗുരു, അദ്ദേഹത്തിൻ്റെ കാലത്ത് മാഗസിൻ, ഈ ആത്മീയമായിട്ടുള്ള മാഗസിൻസ്, ഇപ്പോൾ ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന് പറയുന്ന ഒരു മാഗസിൻ പ്രഭുപാദ് എഴുതാറുണ്ട്, അല്ലെങ്കിൽ പ്രഭുപാദ് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീത ഭാഗവതമൊക്കെ അദ്ദേഹം തർജ്ജമ ചെയ്യുന്നതിനേക്കാൾ മുമ്പ്. ഇപ്പോഴും ഉണ്ട് ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിൻ, ഹരകൃഷ്ണ പ്രസ്ഥാനത്തിലുണ്ട്. അതൊരു മാഗസിനായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എല്ലാ മാസവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു ശില സരസ്വതി ഠാക്കൂർ പ്രഭുപാദ്, അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹവും ഇതേപോലെ മാഗസിൻസ് എഴുതാറുണ്ട്, അതായത് ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള ഇതേപോലെ മാഗസിൻസ്. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ അദ്ദേഹം ഓരോ ആർട്ടിക്കിള് ഭക്തർ എഴുതുമ്പോൾ അത് വായിച്ച് സ്ക്രൂട്ടിനി ചെയ്യും, അല്ലെങ്കിൽ അത് വായിച്ച് സോർട്ട് ചെയ്യും. അത് അതായത് യോഗ്യതയുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, തത്വങ്ങൾ ശരിയാണോ എന്നുള്ളതൊക്കെ വിലയിരുത്തിക്കൊണ്ട് എല്ലാം റിവ്യൂ ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിനെ സഹായിക്കാൻ കുറച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യരുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഭക്തൻ, നല്ലൊരു ഭക്തനാണ് അദ്ദേഹം ആർട്ടിക്കിൾ എഴുതി കൊടുക്കുന്ന സമയത്ത് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, പുതിയൊരാളാണ്, പക്ഷേ ആർട്ടിക്കിൾ വായിച്ചു നോക്കിയപ്പോൾ അതിലൊരുപാട് പ്രാവശ്യം കൃഷ്ണനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അപ്പോൾ സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് പറയുവാണ്, കൃഷ്ണ എന്നുള്ള വാക്ക് കുറേ പ്രാവശ്യം ഉണ്ടോ മാഗസീനിൽ? ഉണ്ടെങ്കിൽ ശരി, നമുക്കത് അംഗീകരിക്കാം. കൃഷ്ണൻ്റെ പേര് പലതവണയുണ്ടെങ്കിൽ, അതായത് വേറൊന്നുമല്ല, അതിൻ്റെ അർത്ഥം എന്തെങ്കിലും എഴുതി വെച്ചാൽ പബ്ലിഷ് ചെയ്യും എന്നുള്ളതല്ല. കൃഷ്ണൻ്റെ പേരിൻ്റെ മഹാത്മ്യം, കൃഷ്ണനാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ നാമം കൂടുതൽ പ്രാവശ്യം പറയുന്നുണ്ടോ അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കും ആ ഒരു എഴുതിയിട്ടുള്ള കാര്യം എന്നുള്ളത്. അതങ്ങനെയാണ്. ഭഗവാന്റെ നാമത്തിൽ എല്ലാം ഉണ്ട്. നാമമാണ് എല്ലാം, എല്ലാത്തിൻ്റെയും സാരമാണ് നാമം. കലിയുഗ പാവന ഹരിനാമ
സങ്കീർത്തനം. കലിയുഗത്തിലെ യുഗധർമ്മമാണ് നാമം. ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമാണ്, കലിയുഗത്തിലെ ഒരു അവതാരമാണ് നാമം. നാമമാണ് നമ്മളെ എല്ലാം തരുന്നത്, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് നാമമാണ്. അതുകൊണ്ട് നാമത്തിൻ്റെ മഹാത്മ്യം എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത ഓരോ വരിയിലും വാസുദേവ എന്ന് പറയുന്നു. അതുകൊണ്ട് മനോഹരമാണെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, ഇവിടെ വാസുദേവ പരാവേദ. അപ്പോൾ വാസുദേവ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. വാസുദേവൻ എന്ന് പറയുന്ന വാക്കിൻ്റെ 10 അർത്ഥങ്ങൾ നമ്മൾ ആദ്യത്തെ ആഴ്ചയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ മുഴുവനും അതാണ് ചർച്ച ചെയ്തത്. എന്തായാലും അങ്ങോട്ട് നമ്മൾ വീണ്ടും പോകുന്നില്ല. വാസുദേവ പരാവേദ, അതായത് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, അതെല്ലാം അതിൻ്റെ ഉദ്ദേശം എന്താണ്? വേദങ്ങളുടെ ഉദ്ദേശം ഭഗവാനാണ്. ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് വേദങ്ങൾ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം എന്താണ്? വേദങ്ങൾ എന്തിനാണ് എഴുതിയിട്ടുള്ളത്? എന്തിനാണ് വേദങ്ങൾ തന്നിട്ടുള്ളത്? ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടി. മനസ്സിലാക്കലും അദ്ദേഹമാണ് ലക്ഷ്യം എന്നുള്ളത് വേദങ്ങൾ പറയുന്നു. അതാണ് ഉദ്ദേശം. അല്ലാതെ വേദങ്ങളിൽ പറയുന്ന പല വേറെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, വേദങ്ങൾ പല ആളുകൾക്കും കാറ്റർ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ഗുണങ്ങളുള്ള ആളുകൾക്കും വേദങ്ങളുടെ ഓരോ സെക്ഷൻസ് അത് എടുക്കുന്നു. എന്നാൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വേദങ്ങളുടെ സാരം എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും ഭക്തിയുത സേവനങ്ങളും മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പരാവേദ, വാസുദേവ പരാവേദ, വേദങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അതാണ് പറയുന്നത്. ഇനി വാസുദേവ പരാമഖ. മഖ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യജ്ഞങ്ങൾ. അപ്പോൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്, കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്, വാസുദേവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് യജ്ഞങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം. അല്ലാതെ യജ്ഞം കൊണ്ട് വേറെ ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. എന്ത് യജ്ഞമാവട്ടെ, ഏത് യജ്ഞമാണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ള ദേവതമാർക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ വേദങ്ങളിൽ പറയുന്നുണ്ടാവും. ടെമ്പററി ആയിട്ട് ഉള്ള, അതെല്ലാം അങ്ങനെയുള്ള ദേവതമാരെ ആരാധിക്കുന്ന രീതിയിൽ പല ആളുകളും പല യജ്ഞങ്ങളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം, യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞപുരുഷൻ വിഷ്ണുവാണ്. ദേവതമാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദേവതമാർ യജ്ഞത്തിൽ പങ്കെടുക്കും, യജ്ഞത്തിൽ അവരുടെ ഷെയർ വാങ്ങിക്കാൻ അവർ വരും. പക്ഷേ യജ്ഞപുരുഷൻ ഭഗവാനാണ്. ഭോക്താറാം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വം മാം ശാന്തിം രച്ഛതി. ഭഗവത്ഗീത പറയുന്നു, ഭോക്താറാം യജ്ഞ തപസാം, എല്ലാ യജ്ഞങ്ങളെ ഭോക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യജ്ഞം എൻജോയ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ യജ്ഞം ആർക്ക് വേണ്ടിയിട്ടാണുള്ളത്? അത് ഭഗവാനാണ്, വിഷ്ണുവാണ്, അല്ലെങ്കിൽ കൃഷ്ണനാണ്. ഇപ്പോൾ അശ്വമേധ യജ്ഞത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് യജ്ഞങ്ങൾ മറ്റുള്ള യുഗങ്ങളിൽ ചെയ്യാറുണ്ട്. അപ്പോൾ യജ്ഞങ്ങളുടെ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ അന്യദേവതമാർക്കും അതിൽ പങ്കുണ്ട്. അതായത് കുറച്ചതിൻ്റെ യജ്ഞത്തിൻ്റെ ഒരു ഷെയർ അവർക്കും കിട്ടുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി ഭഗവാന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏത് യജ്ഞമാവട്ടെ, അങ്ങനെയുള്ള യജ്ഞങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട യജ്ഞം ജപയജ്ഞമാണ്. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, ജപയജ്ഞം എന്ന് പറയുന്നതാണ്, അതേ ജപയജ്ഞം ഞാനാണെന്നുള്ളത്. യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞമാണ് ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞമെന്ന് ഭഗവാൻ പറയുന്നതാണ്. യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞം ജപമാണ്. ജപം എന്ന് പറയുന്നത്, നാമം ജപിക്കുക എന്ന് പറയുന്നതൊക്കെ യജ്ഞമാണ്, സംശയമില്ല ആ കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ ഭാഗവതം പഠിക്കുന്നു, ഇതും ഒരു യജ്ഞമാണ്, ഭാഗവത യജ്ഞമാണ്. നമ്മൾ സമയം കണ്ടെത്തി അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് ആഴ്ചയിൽ 3 ദിവസം നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ഇതൊരു യജ്ഞമാണ്. ഇത് യജ്ഞമാണ്, തപസ്യയാണ്, പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ. സംസിദ്ധിർ ഹരിതോഷണം.
സംസിദ്ധിർ ഹരിതോഷണം. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അതായിരിക്കണം ഉദ്ദേശം. അതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം. നാമം ചൊല്ലലാവട്ടെ, ഭാഗവത പഠനമാവട്ടെ, മറ്റുള്ള എന്ത് സേവനങ്ങളാവട്ടെ, ഭക്തി സേവനങ്ങളാവട്ടെ, അതെല്ലാം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്താണ്? സംസിദ്ധിർ ഹരിതോഷണം, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള കാര്യം. ഇനി നമ്മുടെ ശുദ്ധീകരണവും ബാക്കിയും അതിൻ്റെ കൂടെ വരുന്ന സംഭവങ്ങളൊക്കെ ഓക്കെ, എന്നാൽ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടും. എന്നാൽ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാൻ പ്രീതിപ്പെടുമോ? ഞാൻ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പ്രീതിപ്പെടുമോ? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? തെറ്റുകളുണ്ടെങ്കിൽ അത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഭഗവാൻ ഒരിക്കലും പ്രീതി കൊടുക്കില്ല, അല്ലേ? ഭഗവാനെ സന്തോഷിപ്പിക്കില്ല. എന്നാൽ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പ്രീതിപ്പെടും. അതാണ്. ഇപ്പോൾ ഏത് യജ്ഞമാവട്ടെ വാസുദേവൻ അല്ലെങ്കിൽ കൃഷ്ണനാണ് അതിൻ്റെ, ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അവിടെ പറയുന്നു. ഇനി വാസുദേവ പരായോഗോ, യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല യോഗങ്ങൾ, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അതേപോലെ ധ്യാനയോഗം, അങ്ങനെ ഭഗവത്ഗീതയിൽ ഒരുപാട് യോഗ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് യോഗ എന്ന് പറയുക. അപ്പോൾ ഏത് മാർഗത്തിലൂടെയാണോ നമ്മൾ ഭഗവാനുമായിട്ട് ആ ഒരു കണക്ഷൻ സ്ഥാപിക്കുന്നത്, കണക്ഷൻ ഉണ്ട്, ആ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള കണക്ഷനെ നമ്മൾ ഒന്നും കൂടെ അത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യോഗ, ഏത് യോഗ ആവട്ടെ, യോഗയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് യോഗയുടെ ഉദ്ദേശം. അല്ലാതെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എക്സസൈസ് എടുക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കാണിക്കലോ അല്ല, ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യോഗ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെ കാണുന്നുണ്ടെങ്കിലും അവിടെ എക്സസൈസ് മാത്രമുള്ളെങ്കിൽ ആ യോഗ സ്റ്റുഡിയോ എന്ന് വിളിക്കാൻ സാധിക്കില്ല. അവിടെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ വാസുദേവ പരായോഗ, യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു വാസുദേവ പരാക്രിയ. ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഫലോധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങൾ, കാര്യങ്ങൾ, ഈ നമ്മൾ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി ആവട്ടെ, എന്ത് ക്രിയ ആവട്ടെ, ആ ക്രിയയ്ക്ക് ഒരു ഫലം കിട്ടുന്നു, റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ട് തരുന്നത് ആരാണ്? വാസുദേവനാണ്. അതാണ് പറയുന്നത് വാസുദേവ പരാക്രിയ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും റിസൾട്ട് തരുന്നത് ഭഗവാനാണ്. പിന്നീട് പറയുന്നു വാസുദേവ പരം ജ്ഞാനം. വാസുദേവൻ അല്ലെങ്കിൽ കൃഷ്ണനാണ് പരം ജ്ഞാനം. പരമമായിട്ടുള്ള ജ്ഞാനം ഭഗവാനാണ്, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പരമമായിട്ടുള്ള ജ്ഞാനം. അതാണ് പറയുന്നത്. വാസുദേവ പരം തപഃ. തപസ്യകൾ എല്ലാ തപസ്യകളും ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭഗവാന് വേണ്ടി, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ തപസ്യകളും അത് തന്നെയാണ് ഉദ്ദേശം. തപസ്യകളുടെ ഉദ്ദേശവും വേറെ ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലും അഷ്ടസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല തപസ്യ ചെയ്യേണ്ടത്. തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനും ഭഗവാനെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ്. വാസുദേവ പരം തപഃ. വാസുദേവ പരോ ധർമ്മോ. ധർമ്മത്തെക്കുറിച്ച്, പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് പറയുന്നു. സവൈ പുംസ പരോധർമ്മ യഥോ ഭക്തി രഥോക്ഷജെ. നമ്മൾ ഓൾറെഡി ഈ ഒരു ശ്ലോകം പഠിച്ചിട്ടുണ്ട്, 1, 2, 6 അല്ലേ? അവിടെ പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് പറയുന്നു. പരമമായിട്ടുള്ള ധർമ്മം എന്താണ്? ഭക്തിയുത സേവനങ്ങൾ, പ്രേമപൂരിതമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങളാണ് പരമമായിട്ടുള്ള ധർമ്മം. വാസുദേവ പരോധർമ്മോ. പിന്നീട് പറയുന്നു വാസുദേവ പരാഗതി. എല്ലാവരുടെയും ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ലക്ഷ്യം, എന്തെങ്കിലും ചെറിയ ലക്ഷ്യമല്ല. പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? വാസുദേവൻ, കൃഷ്ണനാണ്.
കൃഷ്ണപ്രേമമയീ രാധ രാധാ പ്രേമമയോ ഹരി ജീവനേ നിധനേ നിത്യം രാധാ കൃഷ്ണ ഗതിർമമ കൃഷ്ണസ്യ ദ്രവിണം രാധ രാധായ ദ്രവിണം ഹരി ജീവനേ നിധനേ നിത്യം രാധാ കൃഷ്ണ ഗതിർമമ. അവിടെയും പറയുന്നു രാധാ കൃഷ്ണ ഗതിർമമ. ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? രാധാകൃഷ്ണനാണ്, അല്ലെങ്കിൽ ഭഗവാനാണ്, കൃഷ്ണനാണ്. നീലാംബരധരോ രാധ പീതാംബരധരോ ഹരി ജീവനേ നിധനേ നിത്യം രാധാകൃഷ്ണ ഗതിർമമ. ഇത് യുഗലാഷ്ടകം ശീല ജീവഗോസ്വാമി എഴുതിയിട്ടുള്ളതാണ്. ആ ശ്ലോകത്തിൽ, ആ ഒരു അഷ്ടകത്തിൽ വരുന്നതാണ്. പരമമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണ്, രാധാകൃഷ്ണനാണ്, അല്ലെങ്കിൽ ഇവിടെ വാസുദേവനാണ് എന്ന് പറയുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. മനോഹരം. ഇവിടെ വാസുദേവ പരാവേദ, എല്ലാ വേദങ്ങളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് കൃഷ്ണനാണ്. പരാമഖ, വാസുദേവ പരാമഖ, അതുപോലെ യജ്ഞങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ പർപ്പസ്. പരായോഗോ, വാസുദേവ പരായോഗോ എന്ന് പറഞ്ഞാൽ യോഗ എല്ലാം ചെയ്യുന്നത് ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. വാസുദേവ പരാക്രിയ, നമ്മൾ ചെയ്യുന്ന ഓരോ ക്രിയകൾക്കും അതിന് റിസൾട്ട് തരുന്നത് ശ്രീകൃഷ്ണനാണ്. വാസുദേവ പരം ജ്ഞാനം, കൃഷ്ണനാണ് പരമമായിട്ടുള്ള ജ്ഞാനം, അല്ലെങ്കിൽ കൃഷ്ണനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് പരമമായിട്ടുള്ള ജ്ഞാനം. വാസുദേവ പരം തപഃ, എല്ലാ തപസ്സുകളുടെ ഉദ്ദേശം കൃഷ്ണനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, പ്രീതിപ്പെടുത്തുക, അല്ലാതെ വേറെ ഒന്നുമല്ല. വാസുദേവ പരോ ധർമ്മോ, പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുദേവനെ ആരാധിക്കുന്നതാണ്. പരമജീവോത്തമ പുരുഷൻ കൃഷ്ണനെ ആരാധിക്കുന്നതാണ്. വാസുദേവ പരാഗതി, നമ്മുടെ എല്ലാവരുടെയും പരമമായിട്ടുള്ള ഗതി, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വാസുദേവനാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. മനോഹരമായിട്ടുള്ള ശ്ലോകം. പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഓരോരോ കാര്യങ്ങളായിട്ട് അദ്ദേഹം പറയുന്നു. ആദ്യം തന്നെ പറയുന്നത് വേദങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനാണെന്നുള്ളത് നമ്മളിതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. വേദങ്ങൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, നമുക്ക് ഓൾറെഡി ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷനെ, ആ ഒരു ബന്ധത്തെ പുനഃസ്ഥാപിക്കുകയാണ് നമ്മൾ വേദപഠനങ്ങളിലൂടെ, വേദങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വേദങ്ങൾ തന്നിട്ടുള്ളത് ഉദ്ദേശം അത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഭഗവത്ഗീതയിലും ഇത് പറയുന്നുണ്ട്. ഏതാണ് ശ്ലോകം ഭഗവത്ഗീതയിൽ പറയുന്നത്? സർവസ്യഹം പ്രതിസന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അബോഹനം ച വേദശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദ വിദേഹ ച. താങ്ക് യു. ഹരേ കൃഷ്ണ. 15 ഭഗവത്ഗീത പറയുന്നു, വേദേശ്ച സർവേർ അഹം ഏവ വേദ്യോ. വേദേശ്ച സർവേ, വേദങ്ങളെല്ലാം തന്നിട്ടുള്ളത് ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വേദങ്ങളിൽ ലക്ഷ്യം എന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത് ഭഗവാനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അഹം ഏവ വേദ്യോ വേദാന്തകൃത്, വേദാന്തം എഴുതിയിട്ടുള്ളത് ഞാൻ തന്നെയാണ് ഭഗവാൻ പറയുന്നു. അതേപോലെ തന്നെ വേദങ്ങൾ മനസ്സിലാക്കുന്നത് എന്നെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അതാണ് വേദങ്ങൾ ഇവിടെ ഈ ഒരു ആദ്യത്തെ വരിയിലെ അർത്ഥം. വാസുദേവ പര വേദ എന്ന് പറയുന്ന സെക്ഷനിൽ പ്രഭുപാദ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രഭുപാദ് ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് പ്രഭുപാദ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്യദേവതമാർക്ക് ആർക്കും തന്നെ നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മുക്തരാക്കാൻ സാധിക്കില്ല എന്നുള്ളതും പറയുന്നു. അത് സാധിക്കുന്നത് ഭഗവാന് മാത്രമാണ്. അതെങ്ങനെയാണ് അത് സാധിക്കുന്നത്, എന്ത് ചെയ്താലാണ് സാധിക്കുന്നത്, എങ്ങനെ നമുക്ക് ആരാധിക്കാം ഭഗവാനെ എന്നുള്ള കാര്യങ്ങളൊക്കെ വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നീട് വാസുദേവ പരാമഖ, അതായത് യജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഭോക്താറാം യജ്ഞ തപസാം സർവ്വലോക മഹേശ്വരം, ആ ശ്ലോകം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ എഴുതുന്നുണ്ട്. എല്ലാ യജ്ഞങ്ങളുടെയും, അല്ലെങ്കിൽ യജ്ഞപുരുഷൻ എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നുള്ളത്. ഇനി യോഗത്തെക്കുറിച്ച് പറയുന്നു. പലതരത്തിലുള്ള യോഗാഭ്യാസത്തെക്കുറിച്ച്, ആസനം, ധ്യാന, പ്രാണായാമ, മെഡിറ്റേഷൻ, അല്ലേ, പലതരത്തിലുള്ള യോഗാഭ്യാസങ്ങളുണ്ട്.
അല്ലെങ്കിൽ അഷ്ടാംഗ യോഗമാവട്ടെ, ഇനി കർമ്മയോഗമാവട്ടെ, ജ്ഞാനയോഗമാവട്ടെ, ഏത് യോഗമാണെങ്കിൽ എടുത്തോളൂ, ഇതെല്ലാം ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാത്തിൻ്റെയും പർപ്പസ് എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതുകൊണ്ട് വേറെ ഒരു ഉദ്ദേശവും ഇല്ല എന്നും പറയുന്നു. ഇനി വാസുദേവ പരം ജ്ഞാനം. ക്രിയയെക്കുറിച്ച് പറഞ്ഞില്ല. ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് റിസൾട്ട് തരുന്നത് ഭഗവാനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ വേറെ ആരുമല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും റിസൾട്ട് തരുന്നത്. കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ശരി, അത് ഈ ലോ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? കർമ്മഫലം, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ തന്നിട്ടുള്ളതും ഭഗവാനാണ്. ഉദാഹരണത്തിന് വേദങ്ങൾ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. വർണ്ണാശ്രമ ധർമ്മപ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതനുസരിച്ച് റിസൾട്ട് കിട്ടുന്നു. ഇതെല്ലാം നമുക്ക് തരുന്നത് ഭഗവാനാണ്. വാസുദേവ പര ജ്ഞാനത്തെക്കുറിച്ച് ഭഗവാനെക്കുറിച്ചോ ഭഗവാന്റെ ഭക്തരെക്കുറിച്ചോ ഉള്ള അറിവുകളെല്ലാം തന്നെ, ഭക്തിയുത സേവനങ്ങളെക്കുറിച്ചുള്ള അറിവുകളെല്ലാം ഈ ഒരു അറിവിൽ വരുന്നു, ഈ ജ്ഞാനത്തിൽ വരുന്നു. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്, പരമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ്. ഭഗവാനെക്കുറിച്ചും ഭക്തരെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെ ഭക്തിയുത സേവനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ശരിയായിട്ടുള്ള ജ്ഞാനം. അതാണ് ഇവിടെ പറയുന്ന കാര്യം. പിന്നീട് പ്രഭുപാദ് പറയുന്നു തപസ്യയെക്കുറിച്ച്. അപ്പോൾ തപസ്യകൾ ആക്ച്വലി നമ്മൾ തപസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട്, അതായത് ഒരു സദുദ്ദേശത്തോടു കൂടി നമ്മളെടുക്കുന്ന കുറച്ച് തപസ്യകൾ, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന കുറച്ച് എന്താ പറയുക, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു. വ്രതം വരുമ്പോൾ നമ്മൾ ഏകാദശിക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നു, വ്രതമെടുക്കുന്നു. അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അന്നത്തെ ദിവസം നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നില്ല, ഒരു തപസ്യയാണത്. അതേപോലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് നേരത്തെ എഴുന്നേറ്റ് നാമം ജപിക്കുന്നു, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഭക്തി സേവനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതൊരു തപസ്യയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ നേരം കിടന്നുറങ്ങാനുള്ള ടെൻഡൻസിയും ആഗ്രഹവും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരു തപസ്യയാണ്. അപ്പോൾ തപസ്യകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് ഒരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് തപസ്യകൾ ചെയ്യേണ്ടത്. അതിനൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു തപസ്യകളെല്ലാം ആക്ച്വലി ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. രാവണനും ഹിരണ്യകശിപുവും അവരും തപസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം രാവണൻ ഒരുപാട് വർഷങ്ങൾ തപസ് ചെയ്തിട്ടുണ്ട്. ഹിരണ്യകശിപു 10,000 വർഷങ്ങൾ തപസ് ചെയ്തു. ഹിരണ്യകശിപുവിൻ്റെ തപസ്യയെക്കുറിച്ച് പറയുന്നു, ഭാഗവതം പറയുന്നു, 10,000 വർഷം തപസ് ചെയ്ത അവസാനം ഉറുമ്പിൻ്റെ പുറ്റ് വന്നു, അദ്ദേഹത്തെ മുഴുവനും മൂടി, അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം ദ്രവിച്ചു പോയി. പക്ഷേ ശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ തപോബലമായിരുന്നു. അവിടെ നിന്ന് ഒരു വല്ലാത്തൊരു ചൂട് വരുമായിരുന്നു. അങ്ങനെ ഉപരിലോകങ്ങളിലുള്ള ദേവതമാർക്ക് പോലും അവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവർക്ക് ശ്വാസം കിട്ടുന്നില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ തപസ്യയുടെ ഫലം. അപ്പോൾ ഹിരണ്യകശിപു വരെ തപസ്യ എടുത്തിട്ടുണ്ട്. പക്ഷേ ഹിരണ്യകശിപുവിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്തലായിരുന്നോ? അല്ല. ഭഗവത് സാക്ഷാത്കാരമായിരുന്നോ? അല്ല. ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം തപസ് ചെയ്തത്? അല്ല. അദ്ദേഹം തപസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അമരനാവണം, അമരത്വത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. പല പല ഭൗതിക ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തപസ്യ ശരിയായിട്ടുള്ള തപസ്യയല്ല. തപസ്യയുടെ ഒരേ ഒരു ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ ഉള്ള തപസ്യയല്ല. ഇപ്പോൾ ഹിരണ്യകശിപുവിനെ രാവണൻ്റെ ഉദാഹരണം തപസ്യയിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഉദാഹരണമാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ളൊരു ഉദാഹരണം പറയുന്നു, വസുദേവരും ദേവകി റാണിയും അതിനു മുമ്പുള്ള ജന്മങ്ങളിൽ അവർ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട്. തപസ് ചെയ്ത് അവർ ഒരുപാട് ജന്മങ്ങളിൽ തപസ് ചെയ്തു. പിന്നെ പൃഷ്ണി സുതപ എന്ന് പറയുന്ന അതിനു മുമ്പുള്ള അവരുടെ ജന്മത്തിൽ അവർ ഒരുപാട് തപസ്സുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ
തപസ്യയുടെ റിസൾട്ടായിട്ട് ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹമായിരുന്നു ഭഗവാൻ കൃഷ്ണനെ മകനായി ലഭിക്കണം എന്നുള്ളത്. കൃഷ്ണനെ പോലെ ഒരു മകൻ വേണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. പക്ഷെ കൃഷ്ണനെ പോലെ ആരുമില്ല, അതുകൊണ്ട് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം നേരിട്ട് മകനായി ജനിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവർ തപസ് ചെയ്ത് എന്തിനാണ്? ഭഗവാനെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ഭഗവാനെ മകനായി കിട്ടുക എന്ന് പറയുന്നത്. അത് നല്ലൊരു ഉദ്ദേശമാണ്. ഹിരണ്യകശിപുവിൻ്റെയും രാവണൻ്റെ ഉദ്ദേശം പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു എക്സാമ്പിളാണ് ഇവിടെ പ്രഭുപാദ് പറഞ്ഞു തരുന്നത്. പിന്നീട് പ്രഭുപാദ് പറയുന്നു, ഹരേ കൃഷ്ണ. അദ്ദേഹം പറയുന്നു, തപസ്സയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരിയായിട്ടുള്ള ധർമ്മം എന്താണെന്നുള്ളത്. അതിനു മുമ്പ് പ്രഭുപാദ് ഭഗവാന്റെ ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. പരമദിവ്യത്വ പുരുഷൻ വാസുദേവൻ, പരമദിവ്യത്വ പുരുഷൻ കൃഷ്ണനാണ്. കൃഷ്ണൻ ഒരുപാട് ശക്തികളുണ്ട്. അതായത് പരാശക്തി, അപരാശക്തി. ഇത് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ഭഗവാന്റെ ആന്തരിക ശക്തികൾ, ബഹിരാംഗ ശക്തികൾ. ആന്തരിക ശക്തി, ബഹിരാംഗ ശക്തി. അപ്പോൾ ജീവാത്മാക്കൾ ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ ഭാഗമാണ്. പക്ഷെ തട്ടസ്ഥ ശക്തിയാണ്. കാരണം നമ്മൾ ഇന്നലെയും അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, തട്ടസ്ഥം എന്ന് പറഞ്ഞാൽ രണ്ടിനും നടുക്ക് വരുന്നൊരവസ്ഥയാണ്. എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ ആന്തരിക ശക്തിയിലേക്കോ ബഹിരാംഗ ശക്തിയിലേക്കോ. പ്രഭുപാദ് പറയുന്നു പിന്നീട്, എന്നാൽ ഭഗവത്ഗീതയിൽ പറയുന്നു, മഹാത്മാക്കൾ മഹാത്മനാസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിയും ആശ്രയ. അവിടെ ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. മഹാത്മാക്കൾ, ഭക്തർ എന്താ ചെയ്യുന്നത്? അവർ ഭഗവാന്റെ ആന്തരിക ശക്തിയാണ് അവർ ശരണം പ്രാപിക്കുന്നത്, ബഹിരാംഗ ശക്തിയല്ല. ദേവീം പ്രകൃതി. ദേവീം പ്രകൃതി എന്ന് പറഞ്ഞാൽ ആന്തരിക ശക്തി. അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആന്തരിക ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്ലാദിനി ശക്തിയാണ്, ശ്രീമതി രാധാറാണിയാണ്. ഇപ്പോൾ ശ്രീമതി രാധാറാണിയെ ആശ്രയിക്കുന്നു മഹാത്മാക്കൾ, അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തർ. ഓക്കെ, അപ്പോൾ നമ്മളും ആ ഒരു പാതയാണ് പിന്തുടരേണ്ടത്. ഭഗവാന്റെ ആന്തരിക ശക്തിയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്, അല്ലാതെ ബഹിരാംഗ ശക്തിയല്ല. ബഹിരാംഗ ശക്തിയെ ശരണത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, മായാശക്തി. നമുക്കെന്നാൽ ഇവിടെ നിന്ന് പുറത്ത് വരണം. ഇതല്ല നമ്മുടെ ഉദ്ദേശം. ഇവിടെ നിന്ന് പുറത്ത് പോകണം. എന്നിട്ട് ഭഗവാന്റെ ആന്തരിക ശക്തിയെ ആശ്രയിച്ച് നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് കൂടെ പോകാനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, പിന്നീട് പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, പരമമായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഭഗവാനെ ആരാധിക്കുന്നതാണ് പരമമായിട്ടുള്ള ധർമ്മം. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും ഗതി എന്ന് പറഞ്ഞാൽ, പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നുള്ളതും ഇവിടെ പറയുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ അതായി 28, 29. ഇനി 30ാമത്തെ ശ്ലോകം നോക്കാം. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയ സത് അസത് രൂപയാ ചാസോ ഗുണാമയാ ഗുണോ വിഭു. ശ്ലോകം വായിച്ചോളൂ റോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതി വസുദേവായ. സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രുപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭു. ഹരേ കൃഷ്ണ. വിവർത്തനം കൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അദ്ദേഹത്തിന്റെ സർവാതിശായിയായ ആന്തരിക ശക്തിയാൽ കാര്യകാരണ ശക്തികളെ സൃഷ്ടിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ഇനി 30ാമത്തെ ശ്ലോകം മുതൽ 30, 31, 32, 33 4 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? അതായത് ഓക്കെ, 34 അല്ല 33 വരെ, 30 മുതൽ 33 വരെ ശ്ലോകങ്ങളിൽ സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ ചോദിച്ച 4ാമത്തെ ചോദ്യം എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ആ, ആ, ആ. 1, 2, 3 കഴിഞ്ഞ് 4 ചോദിക്കുന്നത്. വിഷ്ണു തത്വങ്ങളെ കുറിച്ച്. വിഷ്ണു തത്വങ്ങളെ കുറിച്ച്. വിഷ്ണു തത്വങ്ങളെക്കുറിച്ച് പുരുഷാവതാരം. വിഷ്ണു തത്വങ്ങളെക്കുറിച്ച്, സ്പെസിഫിക്കലി പുരുഷാവതാരങ്ങളെക്കുറിച്ച്. സ്പെസിഫിക്കലി ചോദിക്കുന്നത് പുരുഷാവതാരങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ 4 ശ്ലോകങ്ങളിലായിട്ട് 30, 31, 32, 33 അതിൻ്റെ ഉത്തരവാണ് ഇവിടെ പറയുന്നത്. ചോദ്യം 1-ൻ്റെയും 2-ൻ്റെയും ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓർമ്മയുണ്ടോ എവിടെയാണെന്നുള്ളത്? കുറച്ച് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ. ക്വസ്റ്റ്യൻ ആണോ പ്രഭു? ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ ആൻസർ. ഭക്തിയുടെ സേവനം, ഭക്തി. ശ്ലോകം ഏത് ശ്ലോകമാണെന്ന് ചോദിക്കുന്നത്. സവൈപുംസ പരോധർമ്മ. ശ്ലോകം നമ്പർ 6ഉം 7ഉമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെയും ഉത്തരങ്ങൾ. അത് ഭക്തിയാണ് ആൻസർ. പക്ഷെ അത് പറയുന്നത് 1, 2, 6, 1, 2, 7. ഓക്കെ. ഇനി 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഇവിടെ പറയുന്നത് പുരുഷ അവതാരങ്ങളെക്കുറിച്ച്. ഓക്കെ, നമുക്ക് നോക്കാം. ശ്രീല പ്രഭുപാദ് ഈ ശ്ലോകത്തിൽ പറയുന്നു, 30ാമത്തെ ശ്ലോകത്തിൽ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം പറയുന്നു. സൃഷ്ടിക്ക് മുമ്പ് എന്ത് സംഭവിക്കുന്നു? ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്ന കാര്യവും, ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്ന കാര്യവും, അതേപോലെ ത്രിഗുണങ്ങളെ സൃഷ്ടിക്കുന്ന കാര്യവും, മഹത്തത്വം, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത്? കാരണോദകശായ വിഷ്ണു. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 30ാമത്തെ ശ്ലോകം ഇവിടെ പറയുന്നത് കാരണോദകശായ വിഷ്ണുവിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കാരണോദകശായ വിഷ്ണുവിൻ, ഗർഭോദകശായ വിഷ്ണുവിനെക്കുറിച്ചും ക്ഷീരോദകശായ വിഷ്ണുവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇവിടെ വിശദീകരണങ്ങളില്ല. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കേട്ട്, ഇന്നലെയല്ല മിനിഞ്ഞാന്നാന്ന് തോന്നുന്നു, മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവസാനം ക്ലാസ്സിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും നമ്മൾ കൂടുതൽ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭൗതിക സൃഷ്ടിയുടെ തുടക്കം എവിടെ നിന്നാണ്? കാരണോദകശായ വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിൽ നിന്നാണ് എന്നുള്ളത്, ആ ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഒപ്പം ഒന്ന് നോക്കൂ, ഭാഗവതത്തിലെ 2ാമത്തെ ചാപ്റ്ററിലെ ക്ലിയറായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് ഭഗവാന്റെ ഈ വിഷ്ണു മൂർത്തികളെക്കുറിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് വാസുദേവൻ്റെ എക്സ്പാൻഷൻസ് എന്ന് പറയുന്നത്, വാസുദേവൻ ഉദ്ദേശിക്കുന്നത് ആരകൃഷ്ണനാണ്. കൃഷ്ണൻ്റെ വിസ്തരങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്നത് കാരണോദകശായ വിഷ്ണുവിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി 2ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. യദാ ഹി അവഹിതോ വഹ്നിർ ദാദുർഷ് ഏകാ സ്വയോനിഷു നാനേവാ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഹരേ കൃഷ്ണ പ്രഭു. 31ാമത്തെ ശ്ലോകം തയാ വിലാസിതേ. സോറി, 31 വായിച്ചില്ല പ്രഭു. ഓക്കെ, സോറി, ഞാൻ 32 വായിച്ചത്. സോറി, ശരി. തയാ വിലാസിതേ വേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിതഃ. ഷീമ മാതാജി ഉണ്ടോ? ഓക്കെ, പവീന്ദ്രനല്ലല്ലോ പ്രഭു. എന്നാ വായിച്ചോളൂ മാതാജി, വായിക്കൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തയാ വിലസിതേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ട ആബാധി വിജ്ഞാനേന വിജൃംഭിത. താങ്ക് യു. 31ാമത്തെ ശ്ലോകത്തിൽ 2 വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു. ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. എന്താണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ? അതിൻ്റെ വിവർത്തനം കൂടെ വായിക്കും മാതാജി. ഭൗതിക പദാർത്ഥത്തിന്റെ സൃഷ്ടിക്കു ശേഷം ഭഗവാൻ, അതായത് വാസുദേവൻ, സ്വയം വിസ്തരിച്ച് അവയിൽ പ്രവേശിക്കുന്നു.
അപ്രകാരം ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ ഉള്ളിലിരിക്കുകയും സൃഷ്ടിക്കപ്പെട്ട ജീവികളിൽ ഒരുവനായി കാണപ്പെടുകയും ചെയ്താലും അവിടുന്ന് സദാ തന്റെ അതീന്ദ്രിയ പദവിയിൽ സ്വപൂർണ്ണ പരിജ്ഞാനമുള്ളവനായി നിലകൊള്ളുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു. കാരണോദകശായ വിഷ്ണുവിനെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഗർഭോദകശായ വിഷ്ണുവും ക്ഷീരോദകശായ വിഷ്ണുവിനെ കുറിച്ച് ഇവിടെ പറയുന്നു. അതായത് ഭഗവാൻ വാസുദേവൻ അങ്ങനെ ഓരോ ബ്രഹ്മാണ്ടത്തിലേക്കും അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതേപോലെ തന്നെ ജീവാത്മാക്കളുടെ ശരീരത്തിലേക്കും പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ആറ്റത്തിനകത്തേക്കും കണത്തിനകത്തേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ ഗർഭോദകശായ വിഷ്ണുവായി ക്ഷീരോദകശായ വിഷ്ണുവായി. അതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു വിഷ്ണു ഇവിടെ ഭഗവാൻ ഒരിക്കലും ഭഗവാൻ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഭഗവാൻ പരമദൈവോത്തമ പുരുഷനാണ്. അദ്ദേഹം സൃഷ്ടി ചെയ്യുന്നത് അദ്ദേഹമാണ്. സൃഷ്ടിയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അദ്ദേഹമാണ്. എന്നാൽ അദ്ദേഹം സൃഷ്ടിക്കപ്പെടുന്നില്ല. അദ്ദേഹം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരവല്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഭഗവാൻ എവിടെ നിന്ന് വന്നു, കൃഷ്ണൻ എവിടെ നിന്ന് വന്നു എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരവില്ല. കാര്യം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എല്ലാത്തിൻ്റെയും തുടക്കം അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം എവിടെ വന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതാണ്. അപ്പോൾ കാരണോദകശായ വിഷ്ണു 30, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണുവിനെ കുറിച്ച് ഈ ശ്ലോകങ്ങളിൽ 2 ശ്ലോകങ്ങളായിട്ട് പറയുന്നു. ശില പ്രഭുപാദി ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, പരമാത്മാവായിട്ട് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത് ക്ഷീരോദകശായ വിഷ്ണുവാണ്. പരമാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃത്താണ് എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അതായത് സുഹൃത്തായിട്ട് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തരുന്നുണ്ട്, എല്ലാം കാര്യങ്ങളും നോക്കിക്കാണുന്നു. അദ്ദേഹം ഒരു വിറ്റ്നസ്സും കൂടിയാണ്. ഉപദൃഷ്ട അനുമന്ത, ഈ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഭഗവത്ഗീത പറയുന്നു. ഉപദൃഷ്ട എന്ന് പറഞ്ഞാൽ വിറ്റ്നസ് ചെയ്യുന്നു, അനുമന്ത എന്ന് പറഞ്ഞാൽ സാങ്ഷൻ ചെയ്യുന്നു. കാര്യങ്ങൾ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിന് സാങ്ഷൻ ചെയ്തു. ഉദാഹരണത്തിന് ഈ കൈയെടുത്ത് ഞാൻ, അല്ലെങ്കിൽ ഈ നാവ് കൊണ്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. ഇതാര് സാധിപ്പിച്ചു തരുന്നു? ഭഗവാനാണ്. കൈകൊണ്ട് ഞാൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, കൈയെടുത്ത് ആ കൈയും ഞാൻ ആ സാധനത്തിൽ പിടിക്കുന്നു, എടുക്കാൻ നോക്കുന്നു. ഇത് എവിടുന്ന് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു? ഇതെല്ലാം ഭഗവാനാണ് സാധിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതാണ്, പരമാത്മാവായിട്ട് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ഉണ്ട്. പിന്നെ പ്രഭുപാദ് ഇവിടെ ആ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇത് ഉപനിഷത്തുകളിൽ പറയുന്ന ഉദാഹരണമാണ്. അതായത് ഭഗവാനും ജീവാത്മാവിനെയും അവിടെ കമ്പയർ ചെയ്യുന്നത് 2 പക്ഷികളായിട്ട് ആണ്. അതായത് ഒരു പക്ഷി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിറ്റ്നസ് ആയിട്ടിരിക്കുന്നു, ഒരു പക്ഷി പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവാത്മാക്കൾ അങ്ങനെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ കർമ്മം അനുഭവിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ വിറ്റ്നസ്സായിട്ട് അവിടെ ഉപദൃഷ്ട അല്ലെങ്കിൽ വിറ്റ്നസ്സായിട്ടിരിക്കുന്നുണ്ട് ഭഗവാൻ, വേറൊരു പക്ഷിയായിട്ട്. ഇതൊരു ഉപമ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജീവാത്മാവിൻ്റെ കൂടെ എപ്പോഴും പരമാത്മാവ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും കാണുന്നുണ്ട്, ഭഗവാൻ കാണുന്നുണ്ട്. സാക്ഷിയായി ഒരുപാട് പേരുണ്ട്. ഭഗവാൻ മാത്രമല്ല, സൂര്യൻ, ചന്ദ്രൻ, അവരൊക്കെ ഉണ്ട്. ഇനി അവരാരും ഇല്ലെങ്കിൽ അവരുടെ കണ്ണ് നമ്മൾ വെട്ടിച്ചാലും പരമാത്മാവിൻ്റെ കണ്ണ് വെട്ടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഭഗവാൻ കാണുന്നില്ല എന്ന്. എല്ലാം കാണുന്നുണ്ട് അദ്ദേഹം. എന്ത് ചെയ്യുന്നു, എന്ത് നമ്മൾ ചിന്തിക്കുന്നു, എല്ലാം ഭഗവാന് മനസ്സിലാവും. എല്ലാം പരമാത്മാവിന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ശ്ലോകം 32 വായിക്കാം ഇനി. യഥാ ഹി അവഹിതോ വഹ്നിർധാരോ ഏകാ സ്വയോനിഷു ജ്ഞാനേവാ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഓക്കെ, ജ്യോതി ലക്ഷ്മി മാതാജി. ഹരേ കൃഷ്ണ. യഥാ ഹ്യവഹിതാ വന്യദാരുഷേകസ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മകാ ഭൂതേഷു ച തഥാ പുമാൻ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്.
തടിയിൽ അഗ്നി സർവത്ര വ്യാപിക്കുന്നത് പോലെ ഭഗവാൻ പരമാത്മാവായി സർവ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. ആകയാൽ ദ്വിതീയനല്ലാത്ത നിജാധീന ഏകനായിട്ടും ഭഗവാൻ അസംഖ്യം വിഭിന്ന അവസ്ഥകളിൽ പ്രത്യക്ഷമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഈ ശ്ലോകത്തിൽ പറയുന്നത് പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്ന കാര്യമാണ്. പരമാത്മാവായിട്ട് അദ്ദേഹം എല്ലായിടത്തും ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. സർവ്വചരാചരങ്ങളിലും ഭഗവാനുണ്ട്. ഇപ്പം ഇവിടെ പറയുന്ന ഉദാഹരണം എന്താണ്? എന്തുദാഹരണമാണ് പറയുന്നത്? തീയ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? മരത്തിൽ അല്ലേ? ഇപ്പോൾ നമ്മൾ കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് അതിനൊരു ക്വാളിറ്റി ഉണ്ട് അല്ലേ? അതേപോലെ വേറൊരു ഉദാഹരണം കൂടെ പറയുന്നു. പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മൾ പാല് അല്ലെങ്കിൽ തൈരിൽ നിന്ന് തൈര് കടയുമ്പോഴാണ് വെണ്ണ കിട്ടുന്നത്. അതേപോലെ ഭഗവാനും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ. ശരീരം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാത്മാവായിട്ട് എല്ലായിടത്തും ഭഗവാൻ ഇരിപ്പുണ്ട്. അതാണ് ശ്ലോകത്തിൽ പറയുന്നത്. ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണോ നമ്മൾ വെണ്ണ കടയുന്നത് തൈരിൽ നിന്ന്, അപ്പോൾ കടഞ്ഞാൽ മാത്രമേ വെണ്ണ പുറത്ത് വരുള്ളൂ അല്ലേ? അതേപോലെ ശ്രവണത്തിലൂടെയും കീർത്തനത്തിലൂടെയും ജപത്തിലൂടെയും നാമജപത്തിലൂടെയും ശ്രവണത്തിലൂടെയൊക്കെ നമ്മൾ ആ ഒരു പ്രക്രിയ ഉപയോഗിച്ച് നമ്മൾ പരമാത്മാവിനെ തിരിച്ചറിയുന്നു. അപ്പോൾ പരമാത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ ശ്രവണം കീർത്തനം ആവശ്യമാണ്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ വെണ്ണ കടയുമ്പോൾ ആണ് അല്ലെങ്കിൽ തൈര് കടയുമ്പോഴാണ് വെണ്ണ പുറത്ത് വരുന്നത്. കടഞ്ഞില്ലെങ്കിൽ വരില്ല. അതേപോലെ ശ്രവണം കീർത്തനം നമ്മൾ ചെയ്യുമ്പോൾ പരമാത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അദ്ദേഹം ഇരിപ്പുണ്ട്, സാങ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഭഗവാൻ സാങ്ഷൻ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. എന്ത് കാര്യമാവട്ടെ, സംസാരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതുമൊക്കെ എത്രമാത്രം ബോധമുണ്ട് നമുക്കതിനെക്കുറിച്ച്. എന്നാൽ ഇത് സംഭവിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നത് കൂടുതൽ നമ്മൾ ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോഴും നാമജപിക്കുമ്പോഴും ഒക്കെ ആത്മീയ തലത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാവും. ആ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ പരമാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല പരമാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ചൈത്യഗുരു എന്ന് പറയും പരമാത്മാവിനെ. ചൈത്യഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഗുരുവാണ്. അപ്പോൾ വേറെ ആരുമില്ലെങ്കിലും ചൈത്യഗുരു ഉണ്ട് നമ്മുടെ കൂടെ എപ്പോഴും. അതാണ് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് ഇവിടെ പറയുന്നു, എങ്ങനെയാണോ ഒരു വിറകിൽ നിന്ന് തീ വരുന്നത്, തീ കത്തിക്കുന്നത്, അതായത് തീയിൽ നിന്ന് നമ്മൾ ഒരു തീ ഉപയോഗിച്ച് നമ്മൾ വിറക് കത്തിക്കുകയാണ്. വിറകിൽ കത്തിക്കുമ്പോൾ അത് കത്തിപ്പിടിക്കുന്നു. അതേപോലെ പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നു, പരിശുദ്ധ ഭക്തർ അല്ലെങ്കിൽ ഗുരു, അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അവരെ ശരണം പ്രാപിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ, ഉദാഹരണത്തിന് നമ്മൾ വിറക് പോലെയാണ്. വിറകായിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. പക്ഷേ വിറക് കൊണ്ട് ഉപയോഗം വരുന്നത് എപ്പോഴാണെന്ന് കത്തിക്കുമ്പോൾ അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത് കത്തിക്കുമ്പോൾ അത് കത്തിപ്പിടിക്കുന്നു. അതേപോലെ നമ്മളെല്ലാവരും ജീവാത്മാക്കളാണ്, ഭഗവാന്റെ അംശമാണ്. പക്ഷെ മറന്നിരിക്കുകയാണ് നമ്മൾ ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഒരു പരിശുദ്ധ ഭക്തൻ ശ്രീ ഗുരുവുമായിട്ട് സമ്പർക്കം വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ശരണം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ, അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം, അതായത് ഭക്തി ഹൃദയത്തിൽ ജനിക്കുന്നു അല്ലെങ്കിൽ ഉദിക്കുന്നു. ജനിക്കുമല്ല, ഓൾറെഡി ഉണ്ട്, അത് ഉദിക്കുന്നു അല്ലെങ്കിൽ അത് പുറത്ത് വരുന്നു. അങ്ങനെ ആ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പഠിച്ച്, ശ്രവണം, അദ്ദേഹമാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ കൂടുതൽ കേൾക്കുമ്പോൾ നമുക്ക് പരമാത്മാവിനെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ മാർഗമെന്ന് പ്രഭുപാദ് ഇവിടെ നല്ല മനോഹരമായിട്ട് ഉദാഹരണ സഹിതം ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നു. അവസാനം പ്രഭുപാദ് പറയുന്നു, ഒരു മനുഷ്യജന്മം, അതായത് ഒരു മനുഷ്യന് മാത്രമേ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ, അല്ലാതെ മൃഗങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യജന്മം നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് പർപ്പസ് എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്.
നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സ്തു കൽപ്പം ഗുരുകർണതാരം. അവിടെ പറയുന്ന പോലെ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്, ഗുരു നമ്മുടെ ജീവിതത്തിൽ വരുന്നു, ആധ്യാത്മിക ഗുരു നമ്മുടെ ജീവിതത്തിൽ വരുന്നു, പരിശുദ്ധ ഭക്തർ വരുന്നു, വേദങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ വേണ്ട രീതിയിൽ മനുഷ്യജന്മം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു ഭാഗവതം. നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല, അവർക്ക് അറിയില്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതേപോലെ അങ്ങനെ നമ്മളും ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു മനുഷ്യജന്മം നമ്മൾ പാഴാക്കുവാണ് എന്നുള്ള കാര്യം പ്രഭാത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, 2 ശ്ലോകം കൂടെ ഉള്ളൂ ഈ ഒരു അധ്യായത്തിൽ. നമുക്കത് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. അസൗ ഗുണാമയീർഭാവേർഭൂത സൂക്ഷ്മേന്ദ്രിയാത്മഭി സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഓക്കെ, രേണുക മാതാജി ഉണ്ടോ? രേണുക അനിൽകുമാർ. ഓക്കെ, രത്ന മാതാജി ഉണ്ടെങ്കിൽ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അസോ ഗുണമയേർഭവേർ സൂക്ഷ്മേന്ദ്രിയാത്മഭൈ സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുക്തേ ഭൂതേഷു തദ്ഗുണാൻ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. ഭൗതിക പ്രവൃത്തിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന സൃഷ്ടി ജീവികളുടെ ശരീരത്തിൽ പരമാത്മാവ് പ്രവേശിക്കുകയും സൂക്ഷ്മ മനസ്സിലൂടെ ഈ ത്രിഗുണങ്ങളുടെ ഫലങ്ങൾ ആസ്വദിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. കഴിഞ്ഞ ശ്ലോകത്തിൽ പരമാത്മാവായിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇവിടെ ആ പരമാത്മാവാണ് ത്രിഗുണങ്ങളുടെ ആ ഒരു പ്രസൻസിൽ ത്രിഗുണങ്ങളുണ്ട്. ഇതും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്, സംശയമില്ല. എന്നാൽ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഹൃദയത്തിലുള്ള ഭഗവാൻ, അദ്ദേഹമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആ ഒരു ഫലം തരുന്നതും, അല്ലെങ്കിൽ ആ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, ആ കാര്യത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും എൻജോയ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കുന്നത് ഭഗവാനാണ്. ഭുങ്ക്തേ എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റ്. അതിൽ നമ്മൾ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി ആവട്ടെ, എന്ത് കാര്യമാവട്ടെ, അതിൽ കിട്ടുന്ന സുഖമാവട്ടെ, സന്തോഷമാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അവിടെ എന്ത് വേണമെങ്കിൽ ആവാം. ഇതെല്ലാം സാധിക്കുന്നത് പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്, അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു 84 ലക്ഷം ജീവജാലങ്ങൾ സ്പീഷീസ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ എല്ലാവരും ഈ ലോകത്ത് സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സൂക്ഷ്മ ശരീരം കൊണ്ടും അതേപോലെ സ്ഥൂല ശരീരം കൊണ്ടും പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതെല്ലാം സാങ്ഷൻ ചെയ്യുന്നത് പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തിനാണ് നമ്മളെ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നത്? ഭൗതിക ലോകത്തിലെ എൻജോയ്മെൻറ്റ് കൂടുതൽ ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. എന്തൊരു പരമാത്മാവത് സാങ്ഷൻ ചെയ്യുന്നു? ചോദ്യം വരാം ഒരുപക്ഷെ. അല്ലെങ്കിൽ വേറൊരു ചോദ്യം വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും അത് പരമാത്മാവിൻ്റെ സമ്മതമില്ലാതെ നടക്കുന്നില്ല എന്നുള്ളത്, സാങ്ഷൻ ഇല്ലാതെ നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു കള്ളന് കക്കണമെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാതെ, പരമാത്മാവിൻ്റെ സമ്മതമില്ലാതെ അതിന് ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ഭഗവാൻ അവിടെ സാങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നിട്ടുള്ളതാണ്, നമ്മുടെ മുകളിലാണ് തരുന്നത്. സാങ്ഷൻ അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിയായ ആഗ്രഹം അതാണ്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കള്ളനാവട്ടെ, തെറ്റ് ചെയ്യുന്ന ഒരാളാവട്ടെ, അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരമാത്മാവായിട്ടുള്ള ഭഗവാനും പല ഹിൻറ്റും കൊടുക്കുന്നുണ്ട്, ചെയ്യരുത്, തെറ്റാണ് എന്നുള്ളതും. മാത്രമല്ല അവരും കാണുന്നുണ്ട്, ഒരു കള്ളൻ കക്കാൻ പോകുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമല്ല എന്ന് കള്ളൻ അറിയാഞ്ഞിട്ടാണോ ചെയ്യുന്നത്? അല്ല, അദ്ദേഹത്തിന് അറിയാം
അതുകൊണ്ടാണ് പതുങ്ങിയിട്ടും ആരും കാണാതെയും പോയി കക്കുന്നത്. അദ്ദേഹത്തിനും അറിയാം ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. അദ്ദേഹത്തിന് അറിയാം പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നുള്ളത്. ഇത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ചെയ്യുന്നു. കാരണം അവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ്, അത് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് സാങ്ഷൻ ചെയ്യാതിരിക്കാൻ ഭഗവാന് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാന്റെ ഒരു റോൾ അതാണ് സാങ്ഷൻ ചെയ്യുക എന്ന്. എന്തും നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും സാങ്ഷൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഹിൻഡ് തരുന്നുണ്ട്, വേണ്ട രീതിയിൽ അത് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നമുക്ക് തരുന്നുണ്ട്. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹം, ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നു. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട്, ശരിയാണോ? ആ ചെറിയൊരു സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുള്ളത് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാതെ, ശാസ്ത്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ തെറ്റായിട്ടുള്ളൊരു ചോയ്സാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്, പരമാത്മാവിനല്ല. പരമാത്മാവിന് ആ കാര്യം സാങ്ഷൻ ചെയ്തേ പറ്റൂ. കാര്യം അദ്ദേഹം ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. അദ്ദേഹം ന്യൂട്രലായി നിന്നുകൊണ്ട് ആ കാര്യം സാങ്ഷൻ ചെയ്യുന്നു. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ചെയ്യുന്ന വ്യക്തിക്കാണ്. കാര്യം ആ വ്യക്തിയാണ് ചൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. 2 ഓപ്ഷൻ ഭഗവാൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ തെറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നമുക്കാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും, കാരണം ഭഗവാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നില്ല. ആ കുറച്ച് സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്, ചൂസ് ചെയ്യാനുള്ളത്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ചോയ്സിനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട്. അതിൽ ഭഗവാൻ കൈ കടത്തുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആഗ്രഹം പോലെയാണ്. ഭക്തി എന്ന് പറയുന്നത് വടിയെടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കണം, പ്രേമം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് വടിയെടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഉള്ളിൽ നിന്ന് തോന്നേണ്ട കാര്യമാണ്. ഉള്ളിൽ നിന്ന് തോന്നിയില്ലെങ്കിൽ അതിനെ പ്രേമമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ നമ്മളെ റോബോട്ടുകളാക്കിയിട്ടല്ല ഇവിടെ വെച്ചിട്ടുള്ളത്. റോബോട്ടല്ല നമ്മളാരും. നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം തരുന്നുണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ മനസ്സിൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ സ്നേഹിക്കുമ്പോൾ അതിന് സ്നേഹമെന്ന് പറയും. ഇല്ലെങ്കിൽ ഒരാൾ വടി പിടിച്ച് എന്നെ നാളെ മുതൽ എന്നെ സ്നേഹിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമാണല്ല. അപ്പോൾ പ്രേമം, ഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ ഭക്തി, കൃഷ്ണപ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വോളണ്ടറി ആയിട്ട് ഓരോ ആ വ്യക്തികൾക്കും അവനവൻ്റെ ഉള്ളിൽ തോന്നേണ്ട കാര്യമാണ്. നമുക്ക് വടിയെടുത്ത് ജയിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളവരും ഭക്തിക്ക് അനുകൂലമല്ലാത്തവരും, അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥയിലുള്ളവരും ഉണ്ടാവും. പല കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ടാവും. കംപ്ലീറ്റ്ലി എഗൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഒന്നിലും ഇടപെടാത്ത ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് താല്പര്യമുള്ളവരുണ്ടാവും. പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാവും. നമുക്ക് വടി പിടിച്ച് ആരെങ്കിലും നാളെ മുതൽ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് പറ്റുന്ന പോലെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. അവരുടെ തീരുമാനങ്ങളുണ്ട്, അവരുടെ ആഗ്രഹങ്ങളുണ്ട്. നല്ലത് പറഞ്ഞു കൊടുക്കാം, പക്ഷെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെയാണ് ഭഗവാനും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല. സ്വാതന്ത്ര്യം, അതിനുള്ള ബുദ്ധിയും സ്വാതന്ത്ര്യവും വേദങ്ങളും ശാസ്ത്രങ്ങളും ഗുരുജനങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഭഗവാൻ തരുന്നുണ്ട്. ഇതെല്ലാം തന്നിട്ട് നമ്മൾ വേണ്ട രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ കുഴപ്പം അത് നമ്മുടെയാണ്. അപ്പോൾ അതാണ് പരമാത്മാവിൻ്റെ റോള്. പരമാത്മാവിൻ്റെ റോള് ചെയ്യുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യം. ഓക്കെ, അവസാനത്തെ ശ്ലോകം കൂടെ നോക്കാം. ഭാവയതി ഏഷ സത്വേന ലോകാൻ വൈലോകഭാവനഃ ലീലാവതാരാനുരതോ ദേവൻ ദേവതീര്യാൻ നരാദിഷു. ഓക്കെ, ദേവു മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം വായിക്കൂ, വിവർത്തനം വായിക്കൂ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. ശ്ലോകം 34. ഭാവി യദ്വേഷ സത്വേന ലോകഭാവന ലീലാവതാരനുരേതോ ദേവതിര്യജ്ഞരാദിഷു. വായിക്കൂ വിവർത്തനം വായിക്കട്ടെ പ്രഭു. വായിക്കൂ വായിക്കൂ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം സർവപ്രപഞ്ചങ്ങളുടെയും പ്രഭുവായ ഭഗവാൻ ദേവന്മാരും മനുഷ്യരും നീചമൃഗങ്ങളും നിവസിക്കുന്ന അഖില ഗ്രഹങ്ങളും പരിപാലിക്കുന്നു. അവതാര രൂപങ്ങൾ കൈക്കൊള്ളുന്ന ഭഗവാൻ ലീലകളാടി ശുദ്ധ സത്വഗുണത്തിലുള്ളവരെ വീണ്ടെടുക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങൾ 30 മുതൽ 33 വരെ ചോദ്യം 4ൻ്റെ ഉത്തരങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു പുരുഷാവതാരങ്ങളെക്കുറിച്ച്. ഇനി ചോദ്യം 3 എന്തായിരുന്നു? 3ൻ്റെ ഉത്തരവാണ് 34. ഒരു സ്ഥലം ഭാഗവതത്തിൽ ഇതല്ലാതെ വേറെ സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷേ ഇവിടെയും പറയുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 3? ഭഗവാൻ ഭഗവാൻ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി എന്തിന് അവതരിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ അവതരിക്കുന്നത് എന്തിനാണ്? അതാണ് ചോദ്യം അല്ലേ? അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നു, ലീലകൾ ചെയ്യുന്നു, എന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അതായത് ഇവിടെയുള്ള ആളുകളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെയുള്ള ആളുകളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ആകർഷിതരാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത്. അതാണ് അവതാരത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇവിടെയും പറയുന്നുണ്ട്. എന്നാൽ ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും ശ്രീധർ സ്വാമി ഇവർ ഭാഗവതത്തിൻ്റെ ഭാവാർത്ഥം എഴുതിയിട്ടുള്ള വരിഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരാണ്. അവർ പറയുന്നു ഈ ഒരു ശ്ലോകത്തിലും ഉണ്ട്, എന്നാൽ കുന്തി മഹാറാണിയുടെ കുന്തി സ്തുതിയിൽ ഒരു ശ്ലോകത്തിലും പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്. 1:8:35 8ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. അതേപോലെ അവിടെയും പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം. ഇനി ഇതേപോലെ തന്നെ ദശമസ്കന്ധത്തിലും ഒരു സ്ഥലത്ത് പ്രഭുപാദ് പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള ഭക്തരെയെല്ലാം, ഇവിടെയുള്ള ജീവാത്മാക്കളെയെല്ലാം ഭഗവാനിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയും ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കുവാണ് അദ്ദേഹം ഇവിടെ അവതാരങ്ങൾ എടുത്തുകൊണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഈ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നതും ലീലകൾ ചെയ്യുന്നതും നമ്മളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ജനിപ്പിക്കാൻ വേണ്ടി. നമുക്ക് ഇപ്പോൾ ആഗ്രഹമില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടി നമുക്ക് വേറെ എല്ലാം മറന്നു, ഭഗവാനെ മറന്നിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ലീലകൾ ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊരു ആകർഷണം തോന്നും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹമാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ളതോ അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങളൊക്കെ, ആ കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നു. അതാണ് അവതാരങ്ങളുടെ ഒരേ ഒരു ഉദ്ദേശം, അവതാരങ്ങൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം. അതാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അടുത്ത അധ്യായം, 3ാമത്തെ അധ്യായം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഉത്സാഹം, ഭാഗവതം പഠിക്കാനുള്ള ഉത്സാഹം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ആദികർത്ത പ്രഭുവിൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ടുമൊക്കെ നമ്മൾ ഭാഗവതത്തിലെ 2 അധ്യായങ്ങൾ പഠിച്ചു. ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ്, ചെറിയ കാര്യമല്ല. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇത്രയും മുന്നോട്ട് പോയി. ഇനിയും അങ്ങോട്ട് ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. വേറെ ഒരാഗ്രഹവും നമുക്ക് വേണ്ട. ഇതാവട്ടെ നമ്മുടെ ആഗ്രഹം. കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും കൂടുതൽ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും നാമം ജപിക്കുവാനും സത്സംഗത്തിലിരിക്കുവാനും ഉള്ള ആഗ്രഹങ്ങൾ മാത്രം നമുക്ക് മതി, വേറൊന്നും വേണ്ട. നിതായ് ഗൗർ പ്രേമാനന്ദേ. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാം.
കൃഷ്ണ എല്ലാവരും വരിക. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ ദുഃഖേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കോടി വൈഷ്ണവ ഹരിനാമ ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ശില പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 മിനിറ്റ്. പ്രഭു എനിക്ക് നേരിട്ട് തരണം. എനിക്ക് നേരിട്ട് കിട്ടുന്നില്ല. അംബിക മാതാജിയുടെ കിട്ടുന്നത്. അയച്ചു തരാം. പ്രഭു ആദികർത്ത പ്രഭുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് രാധ പ്രഭുജി എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഗീതാബായി മാതാജി ചോദ്യമാണോ? ചോദിക്കൂ. അതെ അതെ. ഭഗവാൻ പുരുഷാവതാരം എടുത്തതും മൂന്നായിട്ടാണ്. ഭഗവാന്റെ ഗുണാവതാരങ്ങൾ എടുത്തതും മൂന്നായിട്ടാണ്. അതുപോലെ എല്ലാം പ്രഭുജി പറഞ്ഞു തന്ന പല കാര്യങ്ങളും മൂന്ന് വീതമാണ്. അപ്പൊ ഈ ഭഗവാനിൽ നിന്ന് വന്ന ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ അതും മൂന്നായിട്ടാണ്. ഊർധ്വലോകങ്ങള് സാക്ഷി പ്രഭു പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. ഊർധ്വലോകങ്ങൾ, അധോലോകങ്ങൾ, അതായത് അപ്പർ പ്ലാനറ്ററി സിസ്റ്റം, മിഡിൽ ആൻഡ് ലോവർ. 3. ഈ ഭൂമണ്ഡലത്തിന്റെ എല്ലാത്തിന്റെയും സംവിധാനങ്ങൾ തന്നെ മൂന്നായിട്ട്, അതുപോലെ 3 ഗുണങ്ങള് മെയിൻറ്റെയിൻ ചെയ്യാൻ 3 അവതാരം, 3 ഗുണാവതാരം ഭഗവാൻ അങ്ങനെ വന്നു. എന്നിട്ട് ഈ എല്ലാ ഭൗതിക ലോകങ്ങളും ഈ 3 ഗുണങ്ങളിലാണ് വർത്തിക്കുന്നതെന്നാണ് എനിക്ക് പ്രഭു പറഞ്ഞതിലെന്ന് എനിക്ക് മനസ്സിലായത്. 3 ഗുണങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഈ 3 ഗുണങ്ങളിലും ഉള്ള ജനങ്ങൾക്കും ആയാലും എല്ലാവർക്കും ഇതിനെ ഓവർടേക്ക് ചെയ്ത് ഈ ത്രിഗുണങ്ങൾക്കും അതീതനായ ഭഗവാനെ കിട്ടുന്നതിന് വേണ്ടി മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്ന കുറെ ക്രൈറ്റീരിയാസ് പ്രഭു ഈ പറഞ്ഞു തന്നു നമുക്ക്. അത് ഓരോ ഭഗവാനിലേക്കുള്ള ഭക്തി, ആ ഭക്തരുടെ ഇടയിൽ തന്നെ 3 വിഭാഗങ്ങള് അത് പ്രഭുജി പറഞ്ഞു തന്നു. അത് ഉത്തമാധികാരി, മധ്യമാധികാരി, കനിഷ്ഠാധികാരി. ഇനി അത് 3 പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഒരു ഭക്തൻ ഭഗവാനെ എപ്രകാരമാണ് മനസ്സിലാക്കുന്നത്, അതിൽ 3 ഡിവിഷൻസ് ഉണ്ട്. അത് ബ്രഹ്മനായിട്ട്, പരമാത്മാവായിട്ട്, ഭഗവാനായിട്ട്, അങ്ങനെ ആ മനസ്സിലാക്കുന്നതിലും 3 തരംതിരിവ്. അതും പോരാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അതെ 3 വീതം. എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞു തന്നു, ഇങ്ങനെയെല്ലാം നമ്മൾ ഒരു ഭക്തന്റെ യാത്ര, ഈ ത്രിഗുണാതീതനായിട്ടുള്ള ഭഗവാനിലേക്കുള്ള യാത്ര, ഈ 3 ഗുണങ്ങളെയും കഷ്ണമായിട്ട് വിച്ഛേദിക്കാനുള്ള ഉപാധിയാണ് ഭഗവതിനുള്ള ശ്രവണ കീർത്തനങ്ങളെന്നും പറഞ്ഞു തന്നു. അതിൽ 9 സ്റ്റെപ്സ് പറഞ്ഞു തന്നു പ്രഭു. 14 സ്റ്റെപ്സ് പറഞ്ഞു തന്നു. അത് ഓരോന്നിലൂടെ, ഓരോ വാതിലിലൂടെ, ഓരോ എൻട്രി പാസിലൂടെയും ഈ ഒരു ഭക്തൻ പോയി അവസാനം ഭഗവാനിലേക്ക് ഈ ത്രിഗുണങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് ത്രിഗുണാതീതന്റെ അടുത്തേക്ക് പോകാനുള്ള ആ സ്റ്റെപ്സ് ആണ് പ്രഭു നമുക്ക് പറഞ്ഞു തന്നായിട്ട് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പൊ ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ പ്രഭു പറഞ്ഞിരുന്ന ഓരോന്നും നല്ലതായിട്ടും മനസ്സിലാവണുണ്ട്. അതിന് പ്രഭു മുൻകൈ എടുത്ത് നമുക്ക് എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു യാത്രയായിട്ടാണ് എനിക്ക് ഈ ഭാഗവതത്തിന്റെ ഈ അവതരണം എനിക്ക് തോന്നിയത്. അതിൽ പ്രഭുവിന് വിജയിക്കാൻ പറ്റട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രഭു ശ്രീല പ്രഭുപാദരുടെ പിൻഗാമിയായിട്ടുള്ള താങ്കളുടെ കൂടെ പുറകെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റണം എന്നുള്ള
ആഗ്രഹവും കൂടെ പറയുന്നു പ്രഭു. ഹരേ കൃഷ്ണ. നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിൽ അല്ലെങ്കിൽ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ ലക്ഷ്യം ജീവനേ നിധനേ നിത്യം വാസുദേവ പരാഗതി ഇതാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ പോവുകയാണ്. പ്രഭുപാദുണ്ട് നമ്മുടെ മുമ്പിൽ, കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗുരുജനങ്ങളെല്ലാവരും ഉണ്ട്, അവരുടെ കൂടെ നമ്മളെല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മളെല്ലാവരും ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഈ ഒരു വഞ്ചിയിൽ നിന്ന് ചാടാതെ, ഇടയിൽ വെച്ച് എനിക്ക് മതിയായി തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ചാടിപ്പോവാതെ അവിടെ തന്നെ പിടിച്ചിരിക്കാനുള്ള ശക്തിയും നമുക്ക് അതിനുള്ള പേഷ്യൻസും ഭഗവാൻ തരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രണാമം പ്രണാമം.